ഹായ് സുഹൃത്തുക്കളെ, എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? സുഖമല്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല ന്യൂസുകളാണ് ലോകം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചു, സമാധാനം വന്നു എന്നുള്ളത്. പക്ഷേ ഫലസ്തീനികൾ ഇന്നും തുടങ്ങിയതല്ലല്ലോ സമാധാനം. ഇസ്രായേൽ എന്നു മുതൽ അവരുടെ രാജ്യത്ത് വന്നു അന്ന് മുതലേ അവിടെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നെതന്യാഹു, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ, ആ ഒരു പറയുന്ന രക്തരാക്ഷസൻ അത്ര അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം നിന്നത് ചിലപ്പോൾ കയ്യിലുള്ള സ്റ്റോക്കുകൾ മൊത്തം തീർന്നു, ബോംബുകളും മിസൈലുകളും ഒക്കെ തീർന്നിട്ടുണ്ടാവും. മിസൈലുകളെല്ലാം തീർന്നിട്ട് അപ്പോൾ ഫലസ്തീനികളെല്ലാം തിരിച്ച് അവർ നാട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അയാൾ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഹമാസ് വീണ്ടും അറ്റാക്ക് ചെയ്തെന്നോ, ഹമാസ് ഞങ്ങളെ ആൾക്കാരെ കൊന്നുന്നോ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവർ ഇനിയും യുദ്ധത്തിന് വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കിപ്പോൾ ഒപ്പിട്ട ഉടമ്പടി എന്ന് പറഞ്ഞ സാധനമുണ്ട്, സമാധാന കരാർ. അത് ലംഘിച്ച് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പം അങ്ങനെ അവർ വീണ്ടും ഇപ്പം ഉള്ള യുദ്ധം അവസാനിച്ചിട്ട് ഇനി വേറെ എന്തോ വലിയ യുദ്ധം വരാനിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞത് ഇന്നും തുടങ്ങിയതല്ല ഫലസ്തീനികളെ ബുദ്ധിമുട്ടിക്കലും, ഫലസ്തീനികളെ ആക്രമിക്കലും, ഫലസ്തീനികളെ കൊല്ലലും ഒന്നും. ഗാസയിൽ ഹമാസ് തടവിലാക്കി കഴിഞ്ഞ ഇസ്രായേലികൾ എത്രയോ സന്തോഷവാന്മാരാണ്. കാരണം അവരവരുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന രീതിയിൽ തിരിച്ചു വന്നു. അവർക്ക് നല്ല ഫുഡ്, ഭക്ഷണം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേ മറിച്ച് അപ്പുറത്തോ ഫലസ്തീനികൾ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഫുഡ് കഴിക്കാണ്ടോ, പട്ടിണി കിട്ടും, എല്ലാം കൊണ്ടും അവരെ നരകിച്ചിട്ടാണ് അവിടുത്തെ ജയിലിൽ. അതും സ്വന്തം നാട്ടിലേക്ക് അവരെ ഇറക്കാതെ മറ്റുള്ള നാടുകൾക്ക് നാട് കടത്തുന്നതാണ് ഇപ്പോൾ 2 ദിവസം ന്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും ആ മക്കൾക്കും ആ നാട്ടിൽക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇനിയും എന്തോ ഒരു ദുരന്തം വരാനിരിക്കുന്നുണ്ട്, എന്തോ ഒരു യുദ്ധം ഇനിയും വരാനിരിക്കുന്നുണ്ട്. അത് ഇസ്രായേലാണ്, ജൂതന്മാരാണ്. പറഞ്ഞ വാക്കിന് യാതൊരുവിധ പുല്ലുവിലയും കൽപ്പിക്കാത്ത ആൾക്കാരാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ട്രംപിൻ്റെ കൊഴിച്ചിപ്പട്ടിയല്ല, ഇസ്രായേൽ ആണ് ട്രംപിൻ്റെ കൊഴിച്ചിപ്പട്ടി. പക്ഷെ അങ്ങനെയല്ലല്ലോ അല്ലേ. ഇസ്രായേലാണ് ട്രംപിനെ കൈകാര്യം ചെയ്യുന്നത്. കാരണം വെച്ചാൽ ട്രംപ് പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത നെതന്യാഹു ഇപ്പോൾ എന്തുകൊണ്ട് അനുസരിച്ചു എന്നതും അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയേ ഉള്ളൂ. അവർക്ക് ഇനി ഒന്നും വരാതിരിക്കട്ടെ എന്നുള്ളത്. നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.